അഡിനോയിഡ് എന്ന അസുഖം കുട്ടികളിൽ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ഒരുപാട് പേർ സർജറി ചെയ്യുന്നു, ഒരുപാട് പേർ മരുന്ന് കഴിക്കുന്നു. ഒരു കഥ പറയാം. 2 മാസം മുന്നേ 8 വയസ്സുകാരനായ ഹാമിദിനെയും കൊണ്ട് അവിടെ ഫാമിലി വരികയുണ്ടായി. ഡോക്ടറെ, കുട്ടിക്ക് അഡിനോയിഡ് ആണ്, പിന്നെ ഇടക്കിടക്ക് പനിയുണ്ട്, കഫക്കെട്ടുണ്ട്, ജലദോഷമുണ്ട്, മൂക്കടപ്പാണ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, മാസത്തിൽ ഒരു 5-10 ദിവസം അവന് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല എന്ന പരാതിയുമായിട്ടാണ് അവർ വന്നത്. അങ്ങനെ റിപ്പോർട്ട്സ് എല്ലാം പരിശോധിച്ച് നോക്കി, അങ്ങനെ ഒരു ഗ്രേഡ് 2 അഡിനോയിഡ് എന്ന കണ്ടീഷനാണ് എന്ന് മനസ്സിലായി. വ്യക്തമായി പഠിച്ചതിന് ശേഷം മെഡിസിൻ കൊടുക്കുകയും അതുപോലെ ചെറിയ രീതിയിൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ ഭക്ഷണ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ വിട്ടു. 1.5 മാസം ഇങ്ങ് കഴിഞ്ഞപ്പോഴേക്കും അവന് നന്നായി ഉറങ്ങുന്നുണ്ട്, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, അവന്റെ വായിലൂടെ പിന്നെ കൂർക്കം വലി, വായിലൂടെ മൗത്ത് ബ്രീത്തിങ് കുറഞ്ഞു വരുന്നതായി കണ്ടു. 2 മാസം കഴിഞ്ഞ ശേഷം ഹാമിദ് എന്നെ കാണാൻ വന്നു. അവനൊരു ഗിഫ്റ്റുമായിട്ടാണ് ക്ലിനിക്കിൽ വന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് വെച്ചാൽ എല്ലാ കേസുകളിലും, അഡിനോയിഡിന്റെ എല്ലാ കേസുകളിലും നമുക്ക് സർജറിയുടെ ആവശ്യമില്ല. തുടക്കത്തിൽ നമുക്ക് ചികിത്സിച്ച് കഴിഞ്ഞാൽ സർജറി ഇല്ലാതെ തന്നെ നല്ല ആശ്വാസം നൽകാൻ കഴിയുന്ന കണ്ടീഷനാണ് അഡിനോയിഡ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. താങ്ക് യു.